നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ KS പരീക്ഷയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. 2020 പരീക്ഷ നടന്ന സമയത്തുള്ള സിലബസാണത്. അതിനുശേഷം 5 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും KSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സിലബസ് മാത്രമല്ല, നമുക്ക് KS പരീക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. സിലബസ് ഏറെക്കുറെ സെയിം ആണ്, മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സിലബസ് നമുക്ക് ഇനി രണ്ടാമത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് KS പരീക്ഷയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ കാര്യം അതിൻ്റെ ശമ്പളം തന്നെയാണ്. 77,200 രൂപ മുതൽ 1,40,500 രൂപയാണ് അതിൻ്റെ സാലറി സ്കെയില്. ദെൻ വേക്കൻസി 31 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കൊല്ലമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇനിയും വേക്കൻസി കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. 3 സ്ട്രീമായിട്ടാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്നിങ്ങനെ. അതിൽ സ്ട്രീം 1 എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 1/2025 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള സ്ട്രീം 1. സ്ട്രീം 2 2/2025 അതിൽ ഫുൾ ടൈം മെമ്പേഴ്സായിട്ടുള്ള ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിലല്ലാത്ത ഓഫീസർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്രൂവ്ഡ് പ്രൊബേഷണേഴ്സ് ആയിട്ടുള്ള ഓഫീസർമാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് 2/2025. ദെൻ 3/2025 എന്ന് പറയുന്ന സ്ട്രീമിൽ ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് സ്ട്രീം 3 അപ്പോൾ അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ദെൻ ഏജ് റിലാക്സേഷനും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 4% സീറ്റ് KSൻ്റെ സീറ്റുകൾ 4% ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്ട്രീം 1 അപ്ലൈ ചെയ്യാൻ 21 to 32 21 വയസ്സ് തികഞ്ഞിട്ടുള്ള 32 വയസ്സ് കഴിയാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2/1/1993 ശേഷം ജനിക്കുകയും 2004 ഉള്ളിൽ ജനിക്കുകയും ചെയ്ത ആൾക്കാർ, 1/1/2004 ജനിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഈ ഡേറ്റുകളടക്കം ഇൻക്ലൂഡഡ് ആണ്. ഈ ഡേറ്റിൽ ജനിച്ച ആൾക്കാർക്കും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ദെൻ സ്ട്രീം 2 അപ്ലൈ ചെയ്യാൻ 21 to 40 ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് 2/1/1985 മുതൽ 1/1/2004 വരെ ജനിച്ച ആർക്ക് വേണമെങ്കിലും ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ സ്ട്രീം 3 ഇതേപോലെ തന്നെ മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 50 years എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 50 വയസ്സ് കഴിഞ്ഞിരിക്കരുത് എന്ന് മാത്രമാണ് കണ്ടീഷൻ ഉള്ളത്. ഫസ്റ്റ് ഗസറ്റഡ് പോസ്റ്റിൽ ആയിരിക്കണം അദ്ദേഹം. ദെൻ അത്രയാണ് അതിൻ്റെ ഏജിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ദെൻ ഏജ് റിലാക്സേഷൻ്റെ കാര്യം കൂടിയുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിലൊക്കെ പെടുന്ന ആൾക്കാർക്ക് കാൻഡിഡേറ്റ്സിന് 5 കൊല്ലത്തെ ഏജ് റിലാക്സേഷനും OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ 3 കൊല്ലത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ദെൻ എക്സ് സർവീസിലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു നിശ്ചിത പീരീഡ് ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ വിഡോസിന് 5 വർഷം വരെ ഏജ് ലിമിറ്റ് ഉണ്ട്, ഏജ് റിലാക്സേഷൻ ഉണ്ട് ഏജ് ലിമിറ്റിൽ. അപ്പോൾ അത്രയാണ് ഏജ് ലിമിറ്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ദെൻ ക്വാളിഫിക്കേഷൻ സ്ട്രീം 1 അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് must have obtained a bachelor degree including professional course in any subject from a university recognized by a university established by Government of Kerala or UGC or awarded by national institutes established by the Government of India. Note: Rule 10A2 Part 2 KS and SSR is applicable. Note B: candidates who claim equivalent qualification instead of qualification mentioned in the notification shall produce the equivalent government order to prove the equivalency at the time of verification. Then അത്രയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുന്നത്. ദെൻ സ്ട്രീം 2 നമ്മൾ പറഞ്ഞു അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ഡിഗ്രി മാത്രം പോരാ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ പ്രൊബേഷണർ ആയിരിക്കണം എന്നുള്ളത് കൂടിയുണ്ട്. ദെൻ നിശ്ചിത സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് സ്ട്രീം 2 സ്ട്രീം 3 ഒക്കെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് സർവീസ് സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നമ്മുടെ സിലബസാണ്. പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്.
പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറായിട്ടാണ് നടക്കുക. പേപ്പർ 1, പേപ്പർ 2. അതിൽ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1 ആണ്. ഒബ്ജക്റ്റീവ് ചോയ്സ് ആണ് പരീക്ഷ ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. 100 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് പരീക്ഷ സമയം. ഇംഗ്ലീഷിലും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന മലയാളമോ തമിഴോ കന്നഡയോ ഈ ഭാഷകളിലും പരീക്ഷ അവൈലബിൾ ആയിരിക്കും. ദെൻ ജൂൺ 14 ഫോർനൂണിനാണ് പേപ്പർ 1 ഉണ്ടായിരിക്കുക. അതായത് രാവിലെ ആയിരിക്കും പേപ്പർ 1. ഉച്ചയ്ക്ക് ശേഷം ജൂൺ 14 ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 ആയിരിക്കും. പ്രിലിമിനറിയുടെ പേപ്പർ 2 പാർട്ട് 1 ജനറൽ സ്റ്റഡീസ് 2, പാർട്ട് 2 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം ഓർ തമിഴ് ഓർ കന്നഡ, പാർട്ട് 3 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ്. ഇത്രയിൽ നിന്നും 50, 30, 20 എന്നിങ്ങനെ 50 മാർക്ക് ജനറൽ സ്റ്റഡീസും 30 മാർക്ക് മലയാളത്തിനും 20 മാർക്ക് ഇംഗ്ലീഷിനും എന്നിങ്ങനെ 100 മാർക്കാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ തന്നെയാണ് പരീക്ഷ സമയം. ദെൻ നമ്മുടെ മെയിൻ എക്സാമുകൾ ഒക്ടോബറിലാണ് നടക്കുന്നത്. പ്രിലിമിനറി ജൂണിൽ കഴിഞ്ഞാൽ പിന്നെ മെയിൻസ് ഒക്ടോബറിലാണ് നടക്കുന്നത്. ഒക്ടോബറിലെ മെയിൻ പരീക്ഷയിലേക്ക് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 3 പേപ്പറുകളാണുള്ളത്. അതിലെ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 1 ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഒരു ബുക്ക്ലെറ്റ് നമുക്ക് തരും. അതിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നമുക്ക് ആൻസർ എഴുതാനുള്ള സ്പേസും ഉണ്ടാവും. അവിടെ ഫില്ല് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂറാണ് സമയം. ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ കന്നഡയിലോ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ദെൻ ജനറൽ സ്റ്റഡീസ് 2 അതും 100 മാർക്കാണ്. ജനറൽ സ്റ്റഡീസ് 3യും 100 മാർക്ക് തന്നെയാണ്. അതിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്ടോബർ 17 രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നടക്കും. 2025 ഒക്ടോബർ 17 രാവിലെ പേപ്പർ 1ഉം മെയിൻ പേപ്പർ 1ഉം, 2015 ഒക്ടോബർ 17 ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2ഉമാണ് മെയിൻ പരീക്ഷയുടെ പേപ്പർ 2 ആണ് ഉണ്ടാവുക. ദെൻ പേപ്പർ 3 അടുത്ത ദിവസമാണ്, തൊട്ടടുത്ത ദിവസം തന്നെ 2025 ഒക്ടോബർ 18 ഫോർനൂണിലാണ് ഉണ്ടായിരിക്കുക. 100 മാർക്കിന് തന്നെയാണ് പരീക്ഷ. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. ദെൻ ഇൻ്റർവ്യൂ, അതിനുശേഷം ഇൻ്റർവ്യൂ കൂടി ഉണ്ട്, ഒരു സ്റ്റേജ് കൂടി ഉണ്ട്. ഇൻ്റർവ്യൂവിന് 45 മാർക്കാണ്. ജനുവരിയോ കൃത്യമായിട്ടുള്ള ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഈ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇടുക. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പോൾ അത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ 100 മാർക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഹിസ്റ്ററി, അതിൽ തന്നെ ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ പീരിയഡിലെ മോഡേൺ പീരിയഡ്, കേരള ഹിസ്റ്ററി ഫ്രം 18th century, then history of the world from mid 18th century, then cultural heritage of Kerala, then Indian constitution, public administrative political system, governance, social justice and international relations, reasoning, mental ability and simple arithmetic, then ജിയോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ജനറൽ സ്റ്റഡീസ് 1. ദെൻ ജനറൽ സ്റ്റഡീസ് 2 അതിൽ എക്കണോമിക്സ് ആൻഡ് പ്ലാനിംഗ് ആണ് വരുന്നത്. എക്കണോമിക്സ് ആൻഡ് പ്ലാനിങ് വളരെ വലിയൊരു സിലബസാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളുക. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയും എക്കണോമിക്സ് ആൻഡ് പ്ലാനിങ്ങും, ദെൻ കറണ്ട് ഇവൻറ്റ്സും, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളവും, മലയാളം അഥവാ കന്നഡ അഥവാ തമിഴ്. ഇത്രയാണ് പേപ്പർ 2 ഉണ്ടാവുക. അതിൽ 50 മാർക്ക് നമുക്ക് വരുന്നത് എക്കണോമിക്സ് ആൻഡ് പ്ലാനിങ്ങിലും സയൻസ് ആൻഡ് ടെക്നോളജിയും കറണ്ട് അഫെയർസും കൂടിയിട്ടാണ്. ബാക്കി 50 മാർക്കിൽ ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കും മലയാളത്തിൽ നിന്നും 30 മാർക്കും കന്നഡയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്ക് മലയാളത്തിൽ നിന്ന് 30 മാർക്ക് അങ്ങനെയാണ് ഉണ്ടാവുക. ദെൻ മെയിൻസ് എക്സാമിൻ്റെ സിലബസും ഏറെക്കുറെ സിമിലറാണ്. ജനറൽ സ്റ്റഡീസിൽ വരുന്നത് പേപ്പർ 1 വരുന്നത് ഹിസ്റ്ററിയാണ്. ആൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ പീരിയഡ്, മോഡേൺ പീരിയഡ്, കേരള ഹിസ്റ്ററി ഫ്രം 18th century, ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഫ്രം മിഡ് 18th century, ദെൻ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. ഇത്രയാണ് പേപ്പർ 1 വരുന്നത്. ദെൻ പേപ്പർ 2 വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ എന്നുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ കറണ്ട് ഇഷ്യൂസ് ഇൻ ദ ഗീവൺ ടോപ്പിക്. ഇത്രയാണ് പേപ്പർ 2 വരിക. ദെൻ പേപ്പർ 3 വരുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. അവിടെ എക്കണോമി ആൻഡ് പ്ലാനിങ്, ദെൻ ജിയോഗ്രഫി, അത്രയും ഭാഗങ്ങളാണ് വരിക. ദെൻ കറണ്ട് ഇഷ്യൂസ് ഇൻ ഇക്കണോമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജിയോഗ്രഫി. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് പേപ്പർ 3 ചോദ്യങ്ങൾ ഉള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 9/4/2025
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പ്രിലിമിനറി ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമായിരിക്കും. അതിൽ നിന്നും നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് പരീക്ഷ എഴുതാം. മുഖ്യ പരീക്ഷയിലും അഭിമുഖത്തിലും ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. 31 വേക്കൻസി മാത്രമാണുള്ളത്. വളരെ PSCയുടെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ അതിന് അത്ര തന്നെ ഇമ്പോർട്ടൻസോട് കൂടി കാണുക. നമുക്ക് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.